നമസ്കാരം. അൾട്ടിമേറ്റ് ലൈഫ് വിഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സൈക്കിൾ ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് A1 സൈക്കിൾസ്. സ്വാതന്ത്ര്യാനന്തരം അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ സൈക്കിളുകളുടെ പ്രചാരം വളരെ കൂടുതലായിരുന്നു. ആ സമയത്ത് പഞ്ചാബിലെ ലുധിയാനയിലെ 3 സഹോദരന്മാർ, ഹൻസ്രാജ് പഹ്വ, ജഗത് സിംഗ് പഹ്വ, സോഹൻലാൽ പഹ്വ, ഇവർ 3 പേർ ചേർന്ന് ഒരു ചെറിയ ഫാക്ടറി ആരംഭിക്കുന്നു. ഉൽപാദനം സൈക്കിൾസിൻ്റെ സ്പെയർ പാർട്സ് ആയിരുന്നു, പ്രധാനമായിട്ടും ബൈസിക്കിൾ സാഡിൽസും ബ്രേക്കും. 1951 കാലഘട്ടത്തിൽ അവർക്ക് മറ്റൊരു ചിന്ത, സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ അറ്റ്ലസിൻ്റെ സ്ഥാപകൻ ജാനകിദാസ് കപൂർ ചിന്തിച്ചതുപോലെ സാധാരണക്കാർക്ക് വേണ്ടി വില കുറഞ്ഞ ഒരു ബൈസിക്കിൾ എന്നുള്ള ഒരു ആശയം അവരുടെ മനസ്സിലുദിക്കുന്നു. അങ്ങനെ 1951 അവർ ഒരു സൈക്കിൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, A1 സൈക്കിൾസ് എന്നുള്ള പേര്. 1952 അവസാനത്തോടെ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ആദ്യത്തെ A1 സൈക്കിൾസ് പുറത്തിറങ്ങി. അവരുടെ തീരുമാനം പോലെ തന്നെ വളരെ വില കുറഞ്ഞ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ അന്ന് ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു A1 സൈക്കിളിൻ്റെ വില എന്ന് പറയുന്നത് 100 രൂപയായിരുന്നു. അന്നത്തെ കാലത്തതൊരു വലിയ സംഖ്യയാണ്. കാരണം ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ അന്നത്തെ മാസ വരുമാനം 100 രൂപ തികച്ചില്ല. പക്ഷേ അന്നത്തെ ബാക്കി മാർക്കറ്റിലുണ്ടായിരുന്ന സൈക്കിൾസിനേക്കാൾ വില കുറവ് തന്നെയായിരുന്നു. അന്നൊരു ഹിൻഡ് സൈക്കിളിൻ്റെ വില എന്ന് പറയുന്നത് 143 രൂപ, അറ്റ്ലസ് സൈക്കിളിന് 177 രൂപ, ഹെർക്കുലീസിന് 205 രൂപ. ഇതിനേക്കാളും വിലയാണ് റാലി. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരുടെ ആഗ്രഹം പോലെ തന്നെ ഒരു വില കുറഞ്ഞ സൈക്കിൾ, എന്നാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സൈക്കിൾ തന്നെയായിരുന്നു. പിന്നെ ഹെർക്കുലീസിൻ്റെയും അറ്റ്ലസിൻ്റെയൊക്കെ മാതൃക പോലെ അതിൻ്റെ ലേഡീസ് സൈക്കിള്, പിന്നെ കുട്ടികൾക്കുള്ള സൈക്കിള്, അങ്ങനെ പല രീതിയിലുള്ള സൈക്കിൾസ് പുറത്തിറങ്ങുന്നു. അങ്ങനെ കമ്പനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. 1965 കമ്പനി എക്സ്പോർട്ടിങ് ആരംഭിക്കുന്നു. 1973 സോഹൻലാൽ പഹ്വയുടെ മകൻ ഓംകാർ സിംഗ് പഹ്വ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനങ്ങൾ കമ്പനി വല്ലാതങ്ങ് വിപുലീകരിച്ചു എന്ന് തന്നെ പറയാം. 1974 കൂടുതൽ സ്പെയർസ് ഉണ്ടാക്കുന്ന നിലയിലേക്ക് ഉള്ള ഒരു യൂണിറ്റ് കൂടി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, റിമ്മും ഫ്രീ വീലും. 1975 കമ്പനിക്ക് ഗുണനിലവാരത്തിൻ്റെ അംഗീകാരമായ ISI മാർക്ക് ലഭിക്കുന്നു. ISI മാർക്ക് ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സൈക്കിൾ സ്പെയർ പാർട്സാണ് A1 കമ്പനിയുടെ സ്പെയർ പാർട്സ്. 1982 സൈക്കിൾ ഫ്രെയിമിന് വേണ്ട ട്യൂബുകളുടെ നിർമ്മാണം ആരംഭിക്കുന്നു. 99 കമ്പനിക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റായ ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. അങ്ങനെ കമ്പനി വച്ചടി കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. 1980 അവർ പുറത്തിറക്കിയ BMX എന്ന ഒരു ബൈസിക്കിൾ, അത് ശരിക്കും ഇന്ത്യയിൽ ഒരു തരംഗമായി മാറി. അതായത് വളരെ ചെറിയ ഫ്രെയിം, വെറും 12 ഇഞ്ച് ഫ്രെയിം, പക്ഷെ സീറ്റിൻ്റെ ഹൈറ്റ് ആവശ്യം പോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ വളരെ ചെറിയ കുട്ടികൾക്ക് മുതൽ അത്യാവശ്യം മുതിർന്ന ആൾക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളൊരു സൈക്കിൾ, അതായിരുന്നു BMXൻ്റെ പ്രത്യേകത. 2007 തന്നെ കമ്പനി ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ മാനുഫാക്ചറിങ്ങിലേക്ക് കടക്കുന്നു. നമ്മുടെ കേരളത്തിലൊന്നും കാര്യമായിട്ട് പ്രചാരമില്ലെങ്കിലും A1ൻ്റെ ഇലക്ട്രിക് ബൈസിക്കിൾ, അതുപോലെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ, ഇതെല്ലാം നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ വിറ്റഴിയുന്നുണ്ട്. 2002 കമ്പനി പിന്നിട്ട മറ്റൊരു നാഴികക്കല്ലായിരുന്നു. ഇന്ത്യയിലെ വിവിധ ഗവൺമെൻറ്റുകൾക്ക്, സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കുമായിട്ട് 1 കോടി സൈക്കിൾസ് വിറ്റ സ്ഥാപനം എന്നുള്ളൊരു ബഹുമതി A1 സൈക്കിൾസ് നേടി. നിങ്ങളാലോചിക്കും, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ സൈക്കിൾ വാങ്ങിച്ചിരുന്നു പണ്ടൊക്കെ ഒരു ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു തപാൽ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് അവിടുത്തെ ലാസ്റ്റ് സർവൻസ് സൈക്കിളിൽ കൊണ്ടു കൊടുക്കണമെന്നായിരുന്നു. 8 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ദൂരം സൈക്കിളിൽ പോയി തപാൽ കൊടുക്കണം എന്നായിരുന്നു. അതിൽ കൂടുതലുള്ള ദൂരം മാത്രമേ പോസ്റ്റൽ അയക്കാൻ പാടുള്ളൂ. ആ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ സൈക്കിൾസ് ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ വാങ്ങിച്ചിരുന്നു. പിന്നെ വാങ്ങൽ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ മെയിൻ്റനൻസ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ 2004 പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ജോയിൻ ചെയ്യുന്ന കാലത്ത്, ലാസ്റ്റ് ഇയർ ആയിട്ട് തന്നെയാണ്, അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഹെർക്കുലീസ് സൈക്കിളുണ്ട്.
യാതൊരു മെയിൻ്റനൻസും ഇല്ലാതെ ടയറുമില്ല, മറ്റേ തുരുമ്പും പിടിച്ച് ഒരു ഭാഗത്ത് കിടപ്പുണ്ട്. ഞാനപ്പോൾ സൈക്കിളിനോട് താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് അന്വേഷിച്ചു. അത് മെയിൻ്റനൻസിന് ഫണ്ടില്ല. സൈക്കിൾ വാങ്ങും, പിന്നെ അത് ഓടുന്നത്ര കാലം ഓടും, പിന്നെ അവിടെ കിടക്കും. ഞാനത് എൻ്റെ ചെലവിൽ തന്നെ നേരെയാക്കി ഏകദേശം 3 വർഷത്തോളം ഉപയോഗിച്ചു. ഈ ഇടയ്ക്ക് അവിടെ ചെന്നപ്പോൾ ഒന്നും കാണാനില്ല, എങ്ങോട്ട് പോയോ. 2021 കമ്പനി മറ്റൊരു ബഹുമതി നേടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ബൈസിക്കിൾ മാനുഫാക്ചറിങ് കമ്പനി എന്നുള്ള ബഹുമതി. 1ാം സ്ഥാനം ഹീറോ സൈക്കിൾസ് ആണ്, 2ാം സ്ഥാനം TI ഗ്രൂപ്പിൻ്റെ ഹെർക്കുലിസ് BSA തുടങ്ങിയ സൈക്കിളുകൾ, 3ാം സ്ഥാനം A1 സൈക്കിൾസ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇത്രയും കാലം പറഞ്ഞ കമ്പനികളിൽ 3 സൈക്കിൾ കമ്പനികളുടെ കഥ ഇതിനു മുമ്പേ പറഞ്ഞു. അതിൽ ഒരെണ്ണമേ ഇന്ന് ബാക്കിയുള്ളൂ, ഹെർക്കുലിസ്. ഹീറോയുടെ ചരിത്രം വരാൻ പോകുന്നേ ഉള്ളൂ. ഇതിനൊക്കെ ശേഷം വന്ന കമ്പനിയാണ് ഹീറോ. കമ്പനിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ നമ്മൾ പറഞ്ഞ സോഹൻലാലിൻ്റെ മകൻ ഓംകാർ സിംഗ് പൽവയ്ക്ക് 2025, അതായത് ഈ വർഷം പത്മശ്രീ നൽകി രാജ്യം ആദരിക്കുകയുണ്ടായി. സോഹൻലാൽ പൽവയുടെ ജീവചരിത്രം ദ ബാലൻസ് ഓഫ് 2 വീൽസ് എന്ന പേരിൽ ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ 1952 ഉൽപ്പാദനം ആരംഭിച്ച A1 സൈക്കിൾസ് ഇന്നും തുടരുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് കമ്പനി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ സൈക്കിൾ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.